ചോദ്യപേപ്പർ ചോർച്ചയിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി കെ മൊയ്തീൻകുട്ടി. ചോദ്യപേപ്പർ ചോർത്തിയതായി ഷുഹൈബ് സമ്മതിച്ചതായും എസ് പി പറഞ്ഞു. എന്നാൽ ഉത്തരവാദികൾ മറ്റ് പ്രതികളെന്നാണ് ഷുഹൈബിൻ്റെ മൊഴി. ഷുഹൈബിനെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചോദ്യപേപ്പർ ചോർത്തി എന്നുള്ളത് സമ്മതിച്ചു. ഇനി അറിയേണ്ടതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചാണ്. മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങൾ ചോർത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അതൊരു പക്ഷേ ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതെന്നറിയാം, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്യൂൺ, ആ എയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകാനുള്ള സാധ്യതയുള്ളൂ. നിലവിൽ എന്താണ് ഷുഹൈബ് പറഞ്ഞ മറ്റ് കാര്യങ്ങൾ? ഈ ചോർത്തി എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഷുഹൈബ്? സിജു, നിലവിൽ ചോദ്യപേപ്പർ ചോർത്തി എന്നുള്ള കാര്യം മാത്രമാണ് ഷുഹൈബ് സ്ഥിരീകരിച്ചത്. എന്നാൽ അത് താൻ നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ അല്ല. അത് മറ്റ് അധ്യാപകർ, അതായത് നേരത്തെ കേസിൽ പ്രതികളായ സഹദ് അടക്കമുള്ള സഹപ്രവർത്തകർ വഴിയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയത് എന്നാണ് ഇപ്പോൾ ഷുഹൈബ് നൽകിയ മൊഴി. എന്തായാലും ഷുഹൈബിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ഷുഹൈബിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഷുഹൈബിനായി കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് നൽകും. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഷുഹൈബിനെ സ്ഥാപനത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം സിജു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെയാണ് ഈ ഉറവിടം സംബന്ധിച്ചൊരു കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുകയും മലപ്പുറത്തെ ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അബ്ദുൾ നാസറിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ് അന്വേഷണ സംഘം. അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ കൂടുതൽ തെളിവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും ഇത് സംബന്ധിച്ച് സ്കൂളിൽ നിന്നും ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. സിജു, ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.